എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ശിവൻ്റെ നക്ഷത്രമെന്ന് പ്രസിദ്ധമായ തിരുവാതിര നക്ഷത്രജാതരെക്കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2025 ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഈ നക്ഷത്രജാതരെ ഏത് രീതിയിൽ ബാധിച്ചു എന്നുള്ളതുകൂടി നോക്കാമെന്ന് വിചാരിക്കുന്നു. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രജാതരാണിവർ. തീക്കട്ട പോലെ തിളങ്ങുന്ന ഒറ്റ നക്ഷത്രമാണ് തിരുവാതിര. ശിവനാണ് ദേവത. ചിഹ്നം കണ്ണുനീർത്തുള്ളിയാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരും ധനസമ്പാദനത്തിൽ ജാഗരൂകരുമാണ്. ജീവിതത്തിൽ ഇവർക്ക് ഉയർച്ച താഴ്ചകൾ ഇടവിട്ടുണ്ടായിക്കൊണ്ടിരിക്കും. സരസമായ സംഭാഷണം ഇവരുടെ പ്രത്യേകതയാണ്. സ്ഥിരതയില്ലായ്മയും ഇവരുടെ മുഖമുദ്രയാണ്. ദുർവാശി, ദുരഭിമാനം തുടങ്ങിയവ മൂലം ഇവർ അർഹിക്കുന്ന കീർത്തി ലഭിക്കുന്നില്ല എന്നൊരു പോരായ്മയുണ്ട്. ഈ നക്ഷത്രക്കാർ പൊതുവെ ആശ്രിത വത്സലനും സുഹൃത്തുക്കൾക്ക് പ്രിയങ്കരനുമായിരിക്കും. സംഭാഷണ സാമർഥ്യം ഇവർ കാണിക്കും. പ്രേമകാര്യങ്ങളിൽ ഇവർ പലപ്പോഴും ചഞ്ചലാവസ്ഥ പ്രദർശിപ്പിക്കും. ഈ നക്ഷത്രക്കാരിൽ പലർക്കും അസൂയാവഹമായ ഓർമ്മശക്തി കണ്ടുവരുന്നു. ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കാനുണ്ടെങ്കിൽ ഇവർ ഉയർന്ന നിലയിൽ എത്തിച്ചേരുകയും ചെയ്യും. കാര്യങ്ങളുടെ ഉള്ളുകള്ളികൾ കാണുന്നതിൽ ഇവർക്ക് കഴിവ് കൂടും. വലിവ്, ഈസ്നോഫീലിയ എന്നീ രോഗങ്ങൾ, ചെവി, തൊണ്ട, ചുമൽ എന്നീ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് എളുപ്പത്തിൽ വിധേയരാകും. തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കാൻ മിടുക്ക് കൂടും. പലരുടെയും വൈവാഹിക ജീവിതം സുഖം കുറഞ്ഞതായി കാണപ്പെടുന്നു. ഗതാഗത വകുപ്പ്, വാർത്താവിനിമയം, ഔഷധ വിൽപ്പന, ഗവേഷണം തുടങ്ങിയവയിൽ വിജയിക്കും. പൂയം, മകം, ഉത്രം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം നക്ഷത്രജാതർ, തിരുവോണം മകരക്കൂറിലെ അവിട്ടം നക്ഷത്രജാതർ ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണെന്നറിയണം. ഇവർ രാഹുവിനെയും സർപ്പങ്ങളെയും ഭജിക്കുന്നത് നല്ലതാണ്. ജന്മനക്ഷത്ര ദിവസം സർപ്പക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക. തിരുവാതിര, ചോതി, ചതയം നാളുകളിൽ രാഹുപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സർപ്പക്കാവിൽ കരിമരം വെച്ച് പിടിപ്പിക്കുക. രാശ്യാധിപനായ ബുധൻ്റെ പ്രീതിക്കുള്ള കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. കറുപ്പ്, കടും നീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് ശുഭമായിരിക്കും. തിരുവാതിരയുടെ നക്ഷത്രദേവത ശിവനാണ്. ശിവപ്രീതിക്ക് നിത്യവും ജപിക്കേണ്ട മന്ത്രം ഓം രുദ്രായ നമ എന്ന മന്ത്രമാണ് ഇവർക്ക് ഉപകാരപ്പെടുന്നത്. നക്ഷത്രമൃഗം പെൺപട്ടിയാണ്. നക്ഷത്രവൃക്ഷം കരിമരമാണ്. ഗണം മനുഷ്യഗണം. യോനി സ്ത്രീയോനി. പക്ഷി ചകോരം. ഭൂതം ജലം. ഇത്രയുമാണ് തിരുവാതിര നക്ഷത്ര ജാതരെ പറ്റി പൊതുവായി അറിയേണ്ടത്. ഇനി നമുക്ക് ഇവരുടെ ദശാകാലം ഒന്ന് പരിശോധിക്കാം. ദശാകാലം ചിന്തിക്കുമ്പോൾ ഇവരുടെ ജനന ദശ രാഹുദശയാണ്. അതായത് ഇവർ ജനിക്കുമ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ ചന്ദ്രൻ എത്ര ചെന്നു എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇവർക്ക് രാഹുദശ ശിഷ്ടം എത്രയാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ ജനനദശ രാഹുദശ ആയതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ജനന സമയത്തെ ഗ്രഹസ്ഥിതിയിൽ രാഹുവിൻ്റെ ഭാവസ്ഥിതി മനസ്സിലാക്കിയിട്ട് ഇഷ്ടഭാവത്തിലാണോ അതോ അനിഷ്ടഭാവത്തിലാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അനിഷ്ടഭാവത്തിലാണെങ്കിൽ വേണ്ടുന്ന സർപ്പപ്രീതികരമായ വഴിപാടുകൾ ചെയ്യണമെന്നറിയുക. രാഹു 18 വർഷകാലമാണ് ഒരുവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടത്. അപ്പോൾ ഇവരുടെ ജനനഗ്രഹസ്ഥിതിയിൽ ശിഷ്ടദശ എത്രയെന്ന് മനസ്സിലാക്കി രാഹുദശ എത്രയെന്ന് മനസ്സിലാക്കണം. അതിനുശേഷമുള്ളൊരു 16 വർഷകാലം വ്യാഴദശയാണ്. വ്യാഴത്തിൻ്റെ ഭാവസ്ഥിതിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് വ്യാഴം അനുകൂലമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. ഇത് വളരെ പ്രധാനമാണ്. കാരണം അവരുടെ ഒരു വിദ്യാഭ്യാസകാലമൊക്കെ ഈ ഒരു വ്യാഴദശയായിരിക്കും. വ്യാഴത്തിന് സുസ്ഥിര ഭാവമാണെങ്കിൽ അത് നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും. വ്യാഴത്തിന് ബലമില്ലെങ്കിൽ വിഷ്ണുപ്രീതികരമായ വഴിപാടുകൾ ചെയ്യണം. പിന്നെ നീണ്ട ഒരു 19 വർഷക്കാലം ശനിദശയാണ്. ശനിദശയും ഇവർക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. എന്തെന്നാൽ ഇവരുടെ ആ യൗവനഘട്ടത്തിലൊക്കെ ശനിയുടെ ആ ഒരു ദശയാണ് വന്നു ഭവിക്കുന്നത്. എന്നാൽ തന്നെ ശനിയുടെ ഭാവസ്ഥിതിയൊക്കെ ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കി ശനി ഇഷ്ടസ്ഥനാണെങ്കിൽ ദശയോഗമൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ശനിയാണെങ്കിൽ നല്ല ഗുണഫലങ്ങൾ തന്നെ ഇവർക്ക് അനുഭവിക്കാം. അതല്ല ശനിക്ക് അനിഷ്ടസ്ഥിതിയാണെങ്കിൽ ശാസ്താക്ഷേത്രങ്ങളിൽ ഭജിക്കുകയും ശാസ്താവിന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ ഒരു 17 വർഷകാലം ബുധദശയാണ്. ബുധദശയിൽ ബുധൻ്റെയും ഭാവസ്ഥിതിയും ബുധൻ നിൽക്കുന്ന രാശിയുടെ സ്ഥിതിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് ബുധന് ശ്രീകൃഷ്ണ പ്രീതികരമായ വഴിപാടുകളൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക.
പിന്നീട് 7 വർഷകാലം കേതുദശയാണ്. കേതു വേണ്ടാത്ത കേതുവിനെ പ്രീതിപ്പെടുത്തുവാൻ ഗണപതിയെയാണ് ഭജിക്കേണ്ടത്. അതിനുശേഷമുള്ള ഒരു 20 വർഷകാലം ശുക്രദശയാണ്. ശുക്രദശയിൽ ഭഗവതി പ്രീതിയാണ് വേണ്ടത്. ആദിത്യ ദശയാണ് പിന്നുള്ള ഒരു 6 വർഷകാലം ശിവഭജനം ആവശ്യമാകുന്നു. പിന്നെ ഒരു 10 വർഷകാലം ചന്ദ്രദശയാണ്. ചന്ദ്രന് പക്ഷബലമുള്ള ചന്ദ്രനാണെങ്കിൽ ദുർഗാദേവിയെ പ്രീതിപ്പെടുത്താം. പക്ഷബലമില്ലെങ്കിൽ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതാണ് നല്ലത്. പിന്നെയുള്ള 7 വർഷകാലം കുജദശയാണ്. അപ്പോൾ ഈ അവസാനമുള്ള ദശാകാലങ്ങളൊന്നും ഒരു മനുഷ്യജീവിതത്തിൽ സാധ്യമല്ല എന്നറിയാമല്ലോ. അതായത് 120 വർഷമുള്ള ഒരു ദശാകാലമാണ് വിംശോത്തരി ദശയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ദശാകാലം പറയുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള ദശാസന്ധി സമയങ്ങളിലൊക്കെ ശിവഭഗവാനെ ഭജിക്കുകയും മൃത്യുജ്ഞ ഹോമം, മൃത്യുജ്ഞാർച്ചന മുതലായവ നടത്തുകയും വേണം. അതുപോലെ കുടുംബക്ഷേത്രത്തിൽ വേണ്ട വഴിപാടുകളൊക്കെ നടത്തി വരണം എന്നുള്ളത് അറിയുക. ഇനി ഇവർക്ക് 2025 ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഇവർക്ക് വ്യാഴം ജന്മത്തിലാണ്. ശനിയാകട്ടെ കർമ്മസ്ഥാനത്താണ്, 10ലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി രാഹു കേതുക്കളുടെ സ്ഥിതി നോക്കിയാൽ രാഹു ദൈവാധീനം സൂചിപ്പിക്കേണ്ടതായ 9ാം ഭാവത്തിലാണ് സ്ഥിതി. കേതു ആകട്ടെ 3ലും സ്ഥിതി ചെയ്യുന്നു. കണ്ടകശനി തുടങ്ങുകയാണ്. മൊത്തത്തിൽ സമ്മിശ്ര ഫലങ്ങളാണുള്ളത്. കലഹത്തിന് ഇട കൊടുക്കരുത്, പ്രത്യേകിച്ച് ഉറ്റവരും ഉടയവരുമായി. മാതുലന്മാരും പിതൃതുല്യരുമായിട്ടുള്ള ബന്ധം സൗഹൃദപരമായിരിക്കണം. ഹ്രസ്വകാലത്തേക്ക് കുടുംബത്തെ പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്ന് കാണുന്നു. ചിലർക്ക് വിവാഹയോഗമുണ്ട്. പുത്രഭാഗ്യത്തിനും സാധ്യത. ആത്മവിശ്വാസവും ഈശ്വരവിശ്വാസവും വർദ്ധിക്കും. സ്ത്രീകൾ ഭർത്താവുമായി കൂടുതൽ അടുക്കും. വിദ്യാർത്ഥികളുടെ കഴിവ് പ്രകാശിതമാകും. അംഗീകാരങ്ങൾ ലഭിക്കും. പക്ഷേ കാര്യങ്ങൾ സാവകാശമേ മുന്നോട്ട് നീങ്ങും. ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ വേണ്ടിവരും. തീർത്ഥാടനം നടത്തും. ചിലർ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കും. വിദ്യാർത്ഥികളുടെ കഴിവ് പ്രകാശിതമാകും. കാര്യങ്ങൾ ആഗ്രഹിക്കും പോലെ മുന്നോട്ട് പോയെന്ന് വരില്ല. തടസ്സങ്ങൾ ഉണ്ടാകും. കാരണം കർമ്മസ്ഥാനത്താണല്ലോ ശനിയുടെ സ്ഥിതി. അപ്പോൾ ഈ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ചെലവിൻ്റെ ഒരു പങ്ക് മതപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം. പണം കടം കൊടുക്കരുത്, തിരിച്ചു കിട്ടാൻ വൈകും. വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കണം. മാനസിക സംഘർഷം നിയന്ത്രിക്കണം. വൈദ്യുതിയും മൂർച്ചയുമുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കണം. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് രാഹുവിൻ്റെ ആ ഒരു പ്രീതി വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സർപ്പസന്നിധികളിൽ പ്രാർത്ഥിക്കുകയും വേണ്ട വഴിപാടുകളുമൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഗുരുവായൂർ, പഴനി ഇങ്ങനെയൊക്കെയുള്ളൊരു ക്ഷേത്രത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു തവണയെങ്കിലും ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. ശനിദോഷ പരിഹാരത്തിന് ശബരിമല ദർശനം നല്ലതാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ശാസ്താക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ പതിവായിട്ട് ദർശനം നടത്തുക. ശിവന് ജലധാരയും ശ്രീകൃഷ്ണന് കദളിപ്പഴവും നിവേദിക്കണം. ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കഴിപ്പിക്കുന്നത് നല്ലതാണ്. ശനി ദോഷത്തിന് ഇത് ഉത്തമമാണ്. രാഹുദോഷത്തിന് സർപ്പപൂജ നടത്തുക. കേതുദോഷത്തിന് ഗണപതി പ്രീതിയാണ് ആവശ്യം. ഇങ്ങനെ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കാണുകയും അവരവരുടെ ജാതകത്തിലെ ദശാനാഥനെയും അപഹാരനാഥനെയും ഒക്കെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ദോഷങ്ങൾ ലഘൂകരിക്കപ്പെടുകയും വേണ്ട ഭാഗ്യം തെളിഞ്ഞു വരികയും ചെയ്യും. അങ്ങനെ തിരുവാതിര നക്ഷത്ര ജാതർക്ക് വരും ദിനങ്ങൾ ഭാഗ്യത്തിൻ്റേതാകട്ടെ. ഈ വീഡിയോ ഏവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പ്രയോജനപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.